നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് തുറയൂർ സ്വദേശി മുഹമ്മദിന്റെ മരണത്തിൽ അസ്വാഭാവികത പ്രകടിപ്പിച്ച് മകൻ രംഗത്ത് വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൃതദേഹം പുറത്തെടുത്ത് ഒരു പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മകൻ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. തുറയൂർ ചരിച്ചിൽപ്പള്ളി ഖബർസ്ഥാനിലാണ് മുഹമ്മദിനെ അടക്കം ചെയ്തത്. 58 വയസ്സുകാരനായിരുന്നു മരിച്ചത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുക്കുകയാണ്. ഇൻക്വസ്റ്റ് നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കി. 10:30 കോഴിക്കോട് ആഡിയോ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം ഡോക്ടർമാർ, അന്വേഷണ ഉദ്യോഗസ്ഥർ, പയ്യോളി CI AK സജീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന മുഹമ്മദിനെ മെയ് 26-ാം തീയതി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രവാസിയായിരുന്നു അദ്ദേഹം. അയൽവാസിയായ സ്ത്രീ മുഹമ്മദിനെ നോക്കിയപ്പോൾ വീടിന് പുറത്ത് കണ്ടില്ല. ഇതോടെ അവർ ജനാലയിലൂടെ നോക്കിയപ്പോൾ മുഹമ്മദ് കസേരയിൽ ഇരിക്കുന്നത് കണ്ടു. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിച്ചതനുസരിച്ച് അവരെത്തി വാതിൽ പൊളിച്ച് അകത്ത് കടന്നു. തുടർന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. അപ്പോൾ പിന്നീട് ഈ ഒരു മറ്റ് ചടങ്ങുകൾ, അതായത് മരിച്ചു എന്ന് ഉറപ്പായതോടെ മറ്റ് ചടങ്ങുകൾ മാത്രമല്ല മുഹമ്മദിൻ്റെ അനുജൻ്റെ വീട്ടിലേക്ക് മൃതദേഹം മാറ്റി വൈകിട്ടോടെ അടക്കം ചെയ്തു. പിന്നീട് മകൻ നാട്ടിലെത്തിയതോടെ മുഫീദ് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മൃതദേഹം പുറത്തെടുത്ത് ഒരു പരിശോധന എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പിതാവിൻ്റെ മരണത്തിൽ മകൻ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പിതാവ് മരിച്ചതായി കണ്ടെത്തിയ വീടിൻ്റെ വാതിൽ പൊളിച്ച നിലയിൽ കാണുന്നില്ലെന്നും മരിച്ചതിന് ശേഷവും പിതാവിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതുമായാണ് മകൻ മുഫീദ് പയ്യോളി പോലീസിനോട് പരാതിപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളാണ് ശരിക്കും ഒരു സംശയത്തിലേക്ക് മകനെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണമെന്ന ആവശ്യം മകൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല തിടുക്കത്തിലാണ് മൃതദേഹം അടക്കിയത്. മകൻ വരുന്നത് പോലും കാത്തു നിന്നില്ല. അപ്പോൾ ഇതിലും ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട് എന്ന മകൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടന്നത്. അതേസമയം ഈ ഇടയ്ക്ക് ആലപ്പുഴ ചേർത്തലയിൽ വീട്ടമ്മയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്നാരോപിച്ച് ഭർത്താവിനെതിരെ കേസെടുത്തു. ഇതിന് പിന്നാലെ കല്ലറ പൊളിച്ച് യുവതിയുടെ മൃതദേഹം പുറത്തെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സെന്റ് മേരീസ് ഫെറോന പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ച ചേർത്തല പണ്ടകശാലപ്പറമ്പിൽ സോണിയുടെ ഭാര്യ സജിയുടെ മൃതദേഹമായിരുന്നു പുറത്തെടുത്തത്. ഭർത്താവിൻ്റെ മർദ്ദനത്തെ തുടർന്ന് സജി മരിച്ചു എന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പുറത്തെടുത്തത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. അച്ഛൻ മർദ്ദിക്കുന്നതിനിടെയാണ് അമ്മ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്ന മകളുടെ മൊഴി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തഹസിൽദാർ KR മനോജ്, ASP ഹരീഷ് ജെയിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സോണിക്കെതിരെ പോലീസിന്റെ തുടർ നടപടികളുണ്ടായി. ഭർത്താവ് സോണി കട നടത്തുകയായിരുന്നു. അവിടുത്തെ ജീവനക്കാരിയുമായുള്ള സോണിയുടെ അടുപ്പത്തെ തുടർന്ന് ദമ്പതികൾ വഴക്ക് പതിവായിരുന്നു. ഇതിനെ ചൊല്ലി ഇരുവരും വഴക്കിട്ടപ്പോൾ സോണി സജിയെ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവതിയെ അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നായിരുന്നു ഭർത്താവ് ആശുപത്രി അധികൃതരെ അറിയിച്ചത്. എന്തായാലും ഇതൊരു ദുരൂഹമരണം അല്ലെങ്കിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരാതി വരികയും മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലെ സമാധി വിഷയം എടുക്കുമ്പോൾ നമുക്കറിയാം, പിതാവ് സമാധിയായെന്ന് മക്കൾ പറയുന്നു. ഇതിന് പിന്നാലെ നാട്ടുകാരിൽ ചിലർ, മാത്രമല്ല ഉറ്റവരിൽ ചിലരൊക്കെ സംശയവുമായി രംഗത്ത് വരുന്നു. തുടർന്ന് ആ ഒരു സമാധി പീഠമൊക്കെ പൊളിച്ച് ആ ഒരു മൃതദേഹം പുറത്തെടുത്ത് പിന്നീട് മറ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ചെയ്തതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.